ഈ വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡിൻ്റെ മൊഡ്യൂൾ 5-ലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ സർപ്രൈസ്ഡ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ ചെയ്തത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കുറച്ച് ടോപ്പിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഫിഫ്ത്ത് മൊഡ്യൂൾ ഞാനിപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്കെഡ്യൂൾ ചെയ്ത രീതിക്ക് കാര്യങ്ങൾ പോണ ലക്ഷണം കാണുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മൊഡ്യൂൾ വൈസ് നോക്കാതെ തന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ട് പോവുകയാണ്. അതല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും ഒരു പ്രശ്നവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ ചെയ്യണത്. ഈ വീഡിയോയിൽ അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് മൊഡ്യൂളിൽ JSON ആൻഡ് XMLൻ്റെ ഒരു ടോപ്പിക് ഉണ്ട്. അതിന് എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. എപ്പോഴും ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ 15 മാർക്കിന് എന്തായാലും വരും. 5 മാർക്ക് ഫോർ ഷുവറാണ്. പിന്നെ അതുപോലെ 2 മാർക്സിൻ്റെ സെക്ഷനിലും വരാറുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ JSON-ഉം XML-ഒക്കെ എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ആപ്പ് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മളുടെ ഇതിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് വാട്സപ്പ് അങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റിവിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷൻസാണ്. നമ്മൾ ഇൻ്റർനെറ്റ് ത്രൂ ആണ് ആ ഒരു ആപ്പിൻ്റെ വർക്കിംഗ് മൊത്തത്തിൽ നടക്കുന്നത്. നമ്മൾ മെസ്സേജ് അയക്കുന്നു, മെസ്സേജ് നമുക്ക് റിസീവ് ചെയ്യുന്നു, മീഡിയാസ് സെൻഡ് ചെയ്യുന്നു, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പും വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇങ്ങനെയുള്ള XML അല്ലെങ്കിൽ JSON ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. ഇതിലപ്പോൾ JSON എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ XML എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ HTML-ന് സിമിലർ ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി വരുന്ന സ്ലൈഡിൽ ഞാനത് എക്സാമ്പിൾ കാണിച്ചു തരാം. രണ്ട് സംഭവങ്ങളും, അതായത് JSON-ഉം XML-ഉം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ ട്രാൻസ്മിഷൻ, ഇപ്പോൾ സെർവർ ടു ആപ്പ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിനും കാര്യങ്ങൾക്കാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. JSON-ഉം അതുപോലെ XML-ഉം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സർട്ടൻ വാല്യൂസ് ഈസി ആയിട്ട് ആപ്സിൻ്റെ അകത്ത് ടാർഗറ്റ് ചെയ്ത് നമുക്ക് കോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ വേരിയബിളിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വേരിയബിൾ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ വേരിയബിളിൻ്റെ നെയിം കോൾ ചെയ്യത്തില്ലേ, സിമിലറായിട്ട് നമുക്ക് XML-ൻ്റെ അകത്തൊരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട് XML-ലും JSON-ലും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെർട്ടിക്കുലർ വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് JSON-ൻ്റെയും XML-ൻ്റെയും അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. JSON-നെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ അത് കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ അതുപോലെ പെട്ടെന്ന് നമുക്ക് അത് വായിക്കുകയാണെങ്കിൽ അതിലെന്താണ് നമ്മളുടെ അടുത്ത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കണേ എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം JSON ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കീ വാല്യൂ പെയേഴ്സ് വെച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഒരാളുടെ നെയിം നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ കീയുടെ സൈഡിൽ നെയിം എന്നുള്ള ആ ഒരു പാരാമീറ്റർ നമ്മൾ കീക്ക് കൊടുക്കുകയും, അതുപോലെ ഇപ്പോൾ എൻ്റെ പേരാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടെങ്കിൽ നെയിമിൻ്റെ കീയുടെ ആ ഒരു വാല്യൂവിന് എൻ്റെ പേരായിരിക്കും വരിക. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഓരോ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്നുള്ള രീതിക്കാണ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. JSON ഇപ്പോൾ കോമൺ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. XML ഇപ്പം അങ്ങനെ അധികം ആരും യൂസ് ചെയ്യുന്നില്ല. എങ്കിലും ചില പഴയ സെർവർ കോൺഫിഗറേഷൻസ് ഒക്കെ ഇപ്പോഴും XML-ലാണ് ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ JSON-ലേക്കാണ് മാറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ XML-നെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. XML ഞാൻ ഓൾറെഡി പറഞ്ഞ് ഒരു മാർക്കപ്പ് ലാംഗ്വേജാണ്. HTML-ന് സിമിലർ ആയിട്ടുള്ള ഒരു മാർക്കപ്പ് ലാംഗ്വേജ് തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ടാഗിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് HTML ടാഗ് പോലെ തന്നെ XMLൻ്റെ അകത്തും ടാഗൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓപ്പണും ക്ലോസൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികൾ XMLൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ജേസൺ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബൾക്കി ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ ജേസണേലും ബുദ്ധിമുട്ടായിട്ട് XML ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. XML ഇപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിൽ UI ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നിടത്തും അതുപോലെ ആൻഡ്രോയിഡിൻ്റെ മാനിഫെസ്റ്റിൻ്റെ അകത്തൊക്കെയാണ് XML യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലേഔട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ടേബിൾ ലേഔട്ട്, ലീനിയർ ലേഔട്ട്, അങ്ങനെ കുറച്ച് ലേഔട്ട്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ ബട്ടണിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൽ XML ലേഔട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ആ UI എലമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് XML ഇപ്പോൾ കൂടുതലും ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ജേസണിൻ്റെ കുറച്ച് യൂസേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആൻഡ്രോയിഡിൻ്റെ ടേംസിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ വരുന്നത് സാധാരണ ഉള്ള യൂസ് കേസാണ്. അതായത് APIയിൽ നിന്ന് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള പർപ്പസിനാണ് ജേസൺ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ വെബ് സെർവറിൽ നമ്മളുടെ പുതിയ ചാറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറയുമ്പോൾ അത് ജേസൺ ഫോർമാറ്റിലായിരിക്കും ആ ഒരു ബാക്ക് എൻഡ് സെർവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഡാറ്റ നമ്മളിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന നേരത്ത് നമ്മളുടെ സൈഡിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജേസൺ ഫോർമാറ്റിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. പക്ഷേ യൂസർ അത് ആക്ച്വലി അറിയുന്നില്ല. അത് ആപ്ലിക്കേഷൻ്റെ കോഡ് തന്നെ ഡയറക്റ്റ്ലി അത് ഹാൻഡിൽ ചെയ്തോളും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വരാറില്ല. പിന്നെ സെക്കൻഡ് യൂസേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റോറേജ് ആണ്. അതായത് ഇപ്പം നിങ്ങൾ ഗെയിമൊക്കെ കളിക്കും, അതല്ലെങ്കിൽ ഈവൻ വാട്സപ്പിൻ്റെ കേസിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി. വാട്സപ്പ് എപ്പോഴും രാത്രി 2 മണിക്ക് ഒരു ഡാറ്റ ബാക്കപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഡാറ്റ ബാക്കപ്പൊക്കെ ആക്ച്വലി ഹാൻഡിൽ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ജേസൺ ഫയൽ ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് ആ ജേസണിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് അവർ ആ നമ്മളുടെ യൂസർ പ്രിഫറൻസ്, ഇപ്പോൾ വാട്സപ്പിൽ നമ്മൾ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതുപോലെ ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ്, അങ്ങനെ കുറച്ച് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പ്രിഫറൻസും കാര്യങ്ങളും, പിന്നെ അതുപോലെ സെറ്റിങ്സ്, ഇപ്പോൾ വൈഫൈ ത്രൂ എല്ലാം ഡൗൺലോഡ് ചെയ്യണം, മൊബൈൽ നെറ്റ്വർക്ക് ത്രൂ ഒന്നും ഡൗൺലോഡ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് കോൺഫിഗർ ചെയ്തിട്ടുള്ള ആ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ജേസൺ ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് നമ്മളുടെ ആപ്പിൻ്റെ അകത്ത് സെറ്റിങ്സ് ആക്സസ് ചെയ്യാനും കുറച്ചുകൂടി ഈസിനെസ് അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്ന യൂസേജ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ജേസൺ ഫോർമാറ്റ് വെച്ചിട്ട് ചില ഡാറ്റാബേസസ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ MongoDB എന്നും പറഞ്ഞിട്ട് ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കീ വാല്യൂ പെയർ പോലെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. MongoDB എന്താണെന്ന് അറിയാത്തവർ കുഴപ്പമില്ല, വിട്ടേക്ക്. ഞാനിപ്പോൾ പെട്ടെന്നൊന്ന് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് MongoDBയുടെ കേസ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളാരെങ്കിലും പൈത്തൺ പഠിച്ചിട്ടുണ്ടെങ്കിൽ പൈത്തണിലെ ഡിക്ഷണറി ഓർക്കുന്നുണ്ടോ? ഡിക്ഷണറിയുടെ ഡാറ്റ സ്ട്രക്ചർ പോലെ തന്നെയാണ് ഈ ജേസണിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ജേസണിൻ്റെ സിൻടാക്സും റൂൾസും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പെന്നെടുക്കട്ടെ, നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഓൾറെഡി ഞാൻ സ്ലൈഡിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജേസൺ എപ്പോഴും ഒരു കീ വാല്യൂ പെയറിൻ്റെ ബേസിസിലാണ് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ബേസായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നെ വരുന്ന റൂൾ എന്ന് പറഞ്ഞാൽ ജേസൺ ഡാറ്റ എപ്പോഴും ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ ഒരു ജേസൺ സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ട ഇവിടെ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു
ഓപ്പൺ ക്ലോസിങ്ങിൻ്റെ അകത്താണ് ഡാറ്റ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ സ്ട്രക്ചർ അത് അങ്ങനെയാണ്. അപ്പോൾ ആ കേളി ബ്രാക്കറ്റ് ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും ആ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് വേണം കാര്യങ്ങൾ ബാക്കി ഫീൽഡ് കീ വാല്യൂ പേഴ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതാണ് ഫസ്റ്റത്തെ റൂള്. അതായത് ജേസൺ ഡാറ്റ ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ കേളി ബ്രേസസ്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ റൂള്. സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ എപ്പോഴും കീ വാല്യൂ പെയറിൻ്റെ അകത്താണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇതിൽ കീക്കും വാല്യൂനും ഒരു സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോളനാണ്. അപ്പോൾ അതാണ് സെക്കൻഡ് വരുന്ന ഒരു കേസ്. കീ എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതും ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതും. അതായത് കോളൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഡാറ്റ, കോളൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് കീ. അത്രേ ഉള്ളൂ. കീ എപ്പോഴും സ്ട്രിങ്ങിൻ്റെ അകത്ത്, അതായത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അത് മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ്. ഇപ്പോൾ ഇവിടെ കണ്ട നെയിമിൻ്റെ അവിടെ അത് ഞാൻ ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ കീയുടെ കേസിൽ നമ്മളത് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് മസ്റ്റായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ അത് സ്ട്രിങ് ആയിരിക്കണം. വേറെ ഡാറ്റ ടൈപ്പ് ഒന്നും കീക്ക് യൂസ് ചെയ്യാൻ പാടത്തില്ല. അതേസമയം നമുക്ക് വാല്യൂ ആയിട്ട് വേണമെങ്കിൽ സ്ട്രിങ് യൂസ് ചെയ്യാം, നമ്പർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബൂലിയൻ യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ ജേസൺ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ അറേ യൂസ് ചെയ്യാം. അങ്ങനെ അവിടെ വാല്യൂസ് എന്ത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ കീയുടെ കേസിൽ വരുമ്പോൾ അത് മസ്റ്റായിട്ടും സ്ട്രിങ് ആയിരിക്കണം. അതും ഡബിൾ കോട്ട്സിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വരുന്ന അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കീ വാല്യൂ പെയർ പറഞ്ഞതിന് ശേഷം നമ്മളൊരു കോമ വെച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ നെയിമിൻ്റെ അവിടെ കണ്ട നെയിം ഞാൻ മെൻഷൻ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു കോമ ഇട്ടിട്ടുണ്ട്. അതായത് ഈ കീ വാല്യൂ പെയർ കഴിഞ്ഞാൽ ഒരു കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വേണം അടുത്ത കീ വാല്യൂ പെയർ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ടത്. ഓരോ കീ വാല്യൂ പെയർ കഴിയുമ്പോഴും കോമ ഇട്ട് കൊടുക്കണം. ഇനി ലാസ്റ്റത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ജേസൻ്റെ അകത്ത് നമുക്ക് നെസ്റ്റഡ് ആയിട്ട് ജേസൺ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ജേസൺ അറേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ അഡ്രസ്സ് കണ്ടോ, ലാസ്റ്റത്തെ കീ. ഈ അഡ്രസ്സ് എന്ന് പറയുന്ന കീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒരു ജേസൺ ഒബ്ജക്റ്റ് ആണ്. അതായത് കണ്ട അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കേളി ബ്രാക്കറ്റിൽ ക്ലോസ് ആവുകയാണ്. അതായത് ലിറ്ററലി ഒരു ജേസൺ സ്ട്രക്ചർ വേറെ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് വാല്യൂ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും പോസിബിളാണ്. അതായത് നെസ്റ്റഡായിട്ട് നമ്മൾ ലൂപ്പൊക്കെ ചെയ്യൂലേ, അതേപോലെ തന്നെ നെസ്റ്റഡായിട്ട് ജേസൺ ഒബ്ജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ഒരു അറേക്കകത്ത് നമുക്ക് മൾട്ടിപ്പിൾ അറേസ് ഫോം ചെയ്യാനും പറ്റും. അതുപോലെ ഒരു അറേക്കകത്ത് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഒരു അറേക്കകത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻറ്റീജർ കൊടുക്കാം, സ്ട്രിങ് കൊടുക്കാം, ബൂലിയൻ കൊടുക്കാം, നള്ള് കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതിന് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ C++ പോലുള്ള ലാംഗ്വേജസ് നോക്കുവാണെങ്കിൽ നമ്മൾ അറേ ഇൻറ്റീജറിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ കയറത്തുള്ളൂ. പക്ഷേ ജേസൺ അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കീക്ക് ഒരു ജേസൺ ഒബ്ജക്റ്റിനെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ നെസ്റ്റഡ് ആയിട്ട് ജേസൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇത് ഇവിടുത്തെ ഈ അഡ്രസ്സാണ്. അഡ്രസ്സിൻ്റെ അകത്ത് ഒരു ജേസൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ ഒരു കീ വാല്യൂ പേഴ്സ് 2 യൂസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം സിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം സിപ്പിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കീ വാല്യൂ പെയർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ജേസൻ്റെ കേസിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ജേസൺ നെയിം എന്നുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. അതെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളുടെ കീ ഇല്ലേ, കീ വാല്യൂ പെയറിലെ കീനെയാണ് ജേസൺ നെയിം എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെപ്പോഴും ഡബിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ എല്ലാ ജേസൺ ഒബ്ജക്റ്റിലും യൂണീക്കായിട്ടായിരിക്കണം കീ ഉണ്ടാവേണ്ടത്. അതായത് ഫസ്റ്റ് നെയിം എന്നും പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇനിയൊരു ഫസ്റ്റ് നെയിമും കൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അതാണ് യുണീക്ക് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ജേസൺ വാല്യൂ ആണ്. അതായത് ആ കോളൻ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ, കോളൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നതാണ് ജേസൺ വാല്യൂ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ജേസൺ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ സ്ട്രിങ് വേണമെങ്കിൽ വാല്യൂ ആയിട്ട് കൊടുക്കാം, നമ്പർ കൊടുക്കാം, ബൂലിയൻ കൊടുക്കാം, നൾ ഒബ്ജക്ട്സ് കൊടുക്കാം, അതല്ലെങ്കിൽ ജേസൺ ഒബ്ജക്ട്സ് ആയിട്ടും കൊടുക്കാം, അറേ കൊടുക്കാം. അങ്ങനെ അത്രയും ടൈപ്പിലുള്ള വാല്യൂസ് ജേസൻ്റെ വാല്യൂ ആയിട്ട് ഒരു കീക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ജേസൺ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു കീക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കീ വാല്യൂ പെയർ വാല്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ജേസൺ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ എക്സാമ്പിളിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ആ ഒരു കീക്ക് നമ്മൾ വാല്യൂ കൊടുത്തിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റാണ്. അത് ഒബ്ജക്റ്റാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കേർലി ബ്രാക്കറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ എൻക്ലോസിങ് ഓപ്പൺ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം കാണുവാണെങ്കിൽ അതിനർത്ഥം അതൊരു ഒബ്ജക്റ്റ് ആണെന്നാണ്, ജേസൺ ഒബ്ജക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ജേസൺ ഒബ്ജക്റ്റിൻ്റെ അകത്ത് വേണമെങ്കിൽ നെസ്റ്റഡ് ആയിട്ട് പിന്നെയും ഒബ്ജക്ട്സ്, അറേ, അങ്ങനെ പല സാധനങ്ങളും പിന്നെയും ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിക്ക് ജേസൺ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. പിന്നെ വരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ജേസൺ അറേ ആണ്. ജേസൺ അറേയും പിന്നെ അതുപോലെ ജേസൺ ഒബ്ജക്റ്റും ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസോ കമ്പാരിസണോ അങ്ങനെ എന്താണ്ടോ ഒരു സംഭവം ഇതിന് മുന്നേ ഏതോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജേസൺ അറേയും ജേസൺ ഒബ്ജക്റ്റും എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ജേസൺ അറേയുടെ കേസിൽ പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ അറേ സ്റ്റോർ ചെയ്യുന്ന പോലെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ എൻക്ലോസിൻ്റെ അകത്താണ് ആ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതായത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ സാധാരണ നമ്മളുടെ C++ ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അറേക്കകത്ത് മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. സിയിലൊക്കെ ആണെങ്കിൽ ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ മാത്രമേ ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ വേണമെങ്കിൽ നമുക്ക് ഇൻറ്റീജർ കൊടുക്കാം, അടുത്തതിൽ സെക്കൻഡ് എലമെൻറ്റ് വരുന്നത് സ്ട്രിങ് കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, വിഷയമില്ല. ഇതിലിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ആ ഒരു കീക്ക് ഞാനൊരു അറേയാണ് വാല്യൂ ആയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തത്. ഈ അറയ്ക്കകത്ത് നമ്മൾ ജേസൺ ഒബ്ജക്റ്റിൻ്റെ 2 എണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് മാനിപ്പുലേഷൻസ് ജേസൺ അറയ്ക്കകത്ത് ത്രൂ പോസിബിൾ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ആമസോൺ പ്രൈം അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ജസ്റ്റ് ഹോം പേജ് എടുക്കുമ്പോൾ കുറേ സിനിമകളുടെ ആ ഒരു ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കാണുമല്ലോ, ഒരു ടൈല് പോലെ. അപ്പോൾ അതൊക്കെ ആക്ച്വലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ മൂവീസ് എന്നും പറഞ്ഞിട്ട് അവർക്ക് ഒരു കീ ഉണ്ടാവും, അതിൻ്റെ അകത്ത് അതൊരു അറേ ആയിരിക്കും. ഈ അറയ്ക്കകത്ത് ഓരോ ജേസൺ ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓരോ ജേസൺ ഒബ്ജക്റ്റ് ഓരോ സിനിമയുടെ ആ ഒരു ഇമേജിൻ്റെ URL, സിനിമയുടെ ടൈറ്റിൽ, പിന്നെ അതിൻ്റെ ഒരു ചെറിയ സിനോപ്സിസ് പോലുള്ള സംഭവം, അത്തരം കാര്യങ്ങൾ, ആ ഇൻഫർമേഷൻസ് ആയിരിക്കും അതിൻ്റെ അകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോ യൂസ് കേസ് അനുസരിച്ചിട്ട് ഇഷ്ടംപോലെ ഡാറ്റാസ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് XML വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജേസണിന് ഉള്ള കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ജേസൺ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ജേസണിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കീ വാല്യൂ പെയർ ആയിട്ടാണ്. അപ്പോൾ അതൊരു മാപ്പ് സ്ട്രക്ചർ, അതല്ലെങ്കിൽ പൈത്തണിലെ ഡിക്ഷണറിയുടെ ആ ഒരു സ്ട്രക്ചറിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സ്ക്രീനിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ജേസൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ ഒരു സ്ട്രക്ചർ എക്സാമ്പിളായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ XML ആണെങ്കിൽ അതൊരു ട്രീ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ HTML കണ്ടിട്ടില്ലേ, ആദ്യം HTMLൻ്റെ ടാഗ് ഓപ്പൺ ചെയ്യുന്നു, പിന്നെ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു, ടൈറ്റിൽ ഓപ്പൺ ചെയ്യുന്നു, അങ്ങനെ ആ ഒരു ഫ്ലോയിലല്ലേ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് XMLൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ താഴെ ഞാൻ XMLൻ്റെ ഒരു സ്ട്രക്ചർ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജേസണും XMLൻ്റെയും ആ ഒരു സ്ട്രക്ചർ
കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. രണ്ട് സ്ട്രക്ചേഴ്സും ആക്ച്വലി ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ജേസൻ്റെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ XML വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് വായിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ജേസൻ്റെ കേസിൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നെയിം എന്നുള്ള കീക്ക് ആലിസ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ആലിസ് എന്നുള്ള ആ നെയിമാണ് ആൾക്കുള്ളതെന്നുള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ നമ്മളിപ്പോൾ XML നോക്കുവാണെങ്കിൽ സ്റ്റുഡൻ്റ് എന്നും പറഞ്ഞിട്ടൊരു ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നെയിം എന്നും പറഞ്ഞിട്ടൊരു ടാഗ് ഓപ്പൺ ചെയ്തിട്ടാണ് അതിനകത്താണ് ആലിസ് എന്നുള്ള ആ ഒരു വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഒരു എക്സാമ്പിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് ജേസൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ അറേ സപ്പോർട്ട് ചെയ്യും, എന്നാൽ XML അറേ സപ്പോർട്ട് ചെയ്യത്തില്ല. അതായത് ഇപ്പോൾ ജേസണിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നാൽ XMLൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ 5 സ്റ്റുഡൻസ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 5 ടാഗ് നമ്മൾ വേറെ സെപ്പറേറ്റ് ഓരോ സ്റ്റുഡൻറ്റിനും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അറേ ഇല്ലാതെ നമുക്കൊരു 5 വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ 5 വേരിയബിൾ ഉണ്ടാക്കൂലേ, ആ ഒരു എഫക്റ്റ് ആയിരിക്കും XMLൻ്റെ കേസിൽ വരുന്നത്. പിന്നെ അതുപോലെ ജേസൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ എൻഡ് ടാഗ് യൂസ് ചെയ്യുന്നില്ല, ടാഗേ യൂസ് ചെയ്യുന്നില്ല എന്ന് പറയാം. പക്ഷേ XMLൻ്റെ അകത്ത് ആ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആയിട്ടുള്ള ടാഗ് എൻക്ലോസ്മെൻറ്റ് മാൻഡേറ്ററി ആണ്. അതായത് ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് ഓപ്പൺ ചെയ്തത് സ്റ്റുഡൻറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, നെയിം ഓപ്പൺ ചെയ്തത് നെയിമിൻ്റെ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം. പിന്നെ ജേസൺ ലൈറ്റ് വെയ്റ്റഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി ആക്സസിബിളും ആണ്, അതുപോലെ പാഴ്സ് ചെയ്യാൻ നേരത്ത് ഫാസ്റ്ററും ആയിരിക്കും. എന്നാൽ അതേസമയം XMLൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ XMLൻ്റെ പാഴ്സർ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ XML നമുക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതൊക്കെയാണ് XML വെച്ച് നോക്കുമ്പോൾ ജേസൺ മോർ എഫക്റ്റീവ് ആണെന്നുള്ളത് ആൾക്കാർ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ജേസൺ പാഴ്സർ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ പാഴ്സിങ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജേസൺ ഫോർമാറ്റിൽ വരുന്ന ഡാറ്റേനെ കൺവേർട്ട് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ ആക്കാൻ, അതായത് നമ്മൾ C++ൽ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ഒക്കെ പഠിച്ചില്ലേ, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിന് കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് പ്രോഗ്രാമിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്ന നേരത്ത് ആ ഒരു സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് അല്ലെങ്കിൽ സെർവർ സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു ജേസൺ ഡാറ്റേനെ അത് ജേസണിൻ്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും വരിക. അതിനെ മാറ്റിയിട്ട് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിൻ്റെ കേസിൽ മെയിനായിട്ടും ജേസണിൻ്റെ പാഴ്സിംഗ് നടക്കുന്നത് ആ API വെച്ചിട്ടുള്ള റെസ്പോൺസുകൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സെർവർ സൈഡിൽ നിന്ന് വരുന്ന റെസ്പോൺസ് നമുക്ക് പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ജേസൺ പാഴ്സർ യൂസ് ചെയ്യുന്നത്. ഇനി ജേസൺ പാഴ്സർ ചെയ്യുന്ന കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ ഈ സെർവറിൽ നിന്ന് വരുന്ന റെസ്പോൺസ് അത് ജേസൺ ഫോർമാറ്റഡ് ആയിട്ടുള്ള സ്ട്രിങ് ആണെങ്കിൽ അത് ഒരു ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഒന്നില്ലെങ്കിൽ ജേസൺ ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും, അതല്ല ഇപ്പോൾ ഒരുപാട് ഡാറ്റ ഉണ്ട്, ഒരു അറേ ആയിട്ടാണ് റെസ്പോൺസ് വന്നെങ്കിൽ ജേസൺ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ 2 രീതിക്കുള്ള കൺവേർഷൻ ജേസൺ പാഴ്സർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജേസൺ പാഴ്സറാണ് നമ്മളുടെ ആ ജേസൺ ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്തുനിന്ന് കീ വാല്യൂ പെയർസ് കറക്റ്റായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഓരോ കീ വാല്യൂ വെച്ചിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ജേസൺ പാഴ്സർ ഒട്ടുമിക്ക ബ്രൗസേഴ്സിലും പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ ആൻഡ്രോയിഡ് ലൈബ്രറീസിലും ബൈ ഡിഫാൾട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. കാരണം ജേസൺ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അങ്ങനെ നമ്മൾ 5th മൊഡ്യൂളിൻ്റെ അകത്തുള്ള XML ആൻഡ് ജേസണിൻ്റെ ആ ഒരു ടോപ്പിക്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്,
അതെന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. XML ആൻഡ് JSON പാഴ്സിംഗ് എന്നും പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ JSON പാഴ്സറിൻ്റെ തിയറി സൈഡാണ് ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സ്ലൈഡ്. ഇനി എന്തുകൊണ്ട് സ്കിപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ, എനിക്കൊരു നല്ല നോട്ട് അതിന് പറ്റിയത് റെഫറൻസിന് കിട്ടിയില്ല. പിന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിൽ ഓൺലൈനിൽ PDF അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാനുള്ള മേജറായിട്ടുള്ളൊരു റീസൺ. പിന്നെ ഒരു ഗൈഡ് കണ്ടത്, അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു എന്താ പറയുക, കോണ്ടെക്സ്റ്റ് ഇല്ലാതെ കുറേ കോഡുകൾ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചേക്കുക. അപ്പം അത് എനിക്കിങ്ങനെ വെറുതെ സ്ലൈഡിൻ്റെ അകത്തിട്ട് അത് വെറുതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നിങ്ങൾക്കും ഉപകാരപ്പെടത്തില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തത്. ഈ ഒരു ടോപ്പിക്ക്, അതായത് XML ആൻഡ് JSON പാഴ്സിങ്ങിൻ്റെ ആ ഒരു ടോപ്പിക്ക് ഒരു പ്രാവശ്യം കണ്ട് 15 മാർക്കിന് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രോഗ്രാമിങ് പഠിക്കാൻ പറ്റുന്ന ആളാണ്, അതല്ല ആ ജാവ കോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങളത് പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് 15 മാർക്കിന് വരുമ്പോൾ അത് എഴുതി വയ്ക്കാം. അല്ലാത്തവരോട് ഞാൻ ആ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാനായിരിക്കുള്ളൂ സജസ്റ്റ് ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. പിന്നെ അതേപോലെ XML പാഴ്സറിൻ്റെ എന്തെങ്കിലും നല്ല നോട്ട് കിട്ടുവാണെങ്കിൽ അതും കൂടെ ഈ JSON പാഴ്സറിൻ്റെ ഒപ്പം പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇത് അറ്റൻഡ് ചെയ്യാതെ വേറെ നിവർത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അത്രയെങ്കിലും എഴുതി വയ്ക്കാം. അതാണ് അതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ. അതല്ലാതെ നിങ്ങൾ ഒരുവിധം ആർക്കും പറ്റത്തില്ല ഇങ്ങനെ എല്ലാ പ്രോഗ്രാമും കാണാതെ പഠിക്കാം എന്നുള്ളത്. കാരണം അത്ര ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പറ്റാത്തവരുണ്ട് എന്തായാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുമ്മ ഒരുപാട് സ്ട്രെസ് ചെയ്യാത്തത്. അപ്പോൾ 5th മൊഡ്യൂളിൽ ഒരുവിധപ്പെട്ട ആ ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലേ സർവീസസ് ഉണ്ട്, പിന്നെ ലൊക്കേഷൻ സർവീസസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ടോപ്പിക്സാണ്. അത് ഞാൻ എന്തായാലും ലാസ്റ്റ് എന്തെങ്കിലും എടുക്കാൻ ചാൻസ് ഉള്ളൂ, എടുക്കുവാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് കോഡും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയ റെഫറൻസിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് അതെനിക്ക് ഒന്നുകൂടി കൺസിഡർ ചെയ്യണം, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം കോഡ് നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള കോഡാണ്. അത് ഇങ്ങനെ പവർ പോയിൻറ്റിൻ്റെ അകത്ത് ഇട്ട് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാണിക്കാമെന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ആഡ് ചെയ്യാത്തത്.